എന്തിനാണ് ഏറ്റെടുക്കുന്നതെന്ന് ചോദിച്ചാൽ കൃത്യതയില്ല. അപ്പോൾ ഒരു മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ വേണ്ടേ എടുക്കേണ്ടത് എന്ന കാര്യം ഉയർന്നു വരുന്നുണ്ട്. ഇന്നലെയും ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറഞ്ഞു, നേരത്തെയുള്ള മന്ത്രിമാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്ഥലം ഏറ്റെടുക്കുമ്പോൾ പർപ്പസ് ഉണ്ടാവും. ഉദ്ദേശ അടിസ്ഥാനത്തിലായിരിക്കണം സ്ഥലം ഏറ്റെടുക്കുക. ഉദ്ദേശ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്ത സ്ഥലത്ത് എന്ത് ഉദ്ദേശത്തിലാണോ ഏറ്റെടുത്തത് ആ സാധനം മാത്രമേ പണിയാൻ പാടുള്ളൂ. ഇല്ലെങ്കിലോ ആ ഏറ്റെടുത്ത സ്ഥലത്തിൻ്റെ ഉടമക്ക് ഏറ്റെടുത്ത സ്ഥലത്ത് അതല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അദ്ദേഹത്തിന് അത് കോടതിയിൽ ചലഞ്ച് ചെയ്യാം. അയാൾക്ക് അനുകൂലമായി വിധിയുണ്ടാവും. നമ്മുടെ നാട്ടിലെ ആൾക്കാർ അങ്ങനെ പോകാറില്ല എന്ന് വേറെ കാര്യം. അങ്ങനെയാണ് അതിൻ്റെ ഉദ്ദേശം. എന്തിനാണ് ആ ഉദ്ദേശം ചെയ്യാൻ പാടുള്ളൂ. ആ ഉദ്ദേശം പറ്റി വഴി മാറി വേറൊന്നും ചെയ്താൽ ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണോ സ്ഥലം ഏറ്റെടുത്തത് അതിനല്ലാതെ ഉപയോഗിച്ചാൽ കോടതിയിൽ ചലഞ്ച് ചെയ്ത് അയാൾക്ക് തിരിച്ചു കിട്ടും. അങ്ങനെ പല കാര്യങ്ങളും. അതുകൊണ്ട് ഇവിടെ ആ ഒരു കാര്യത്തിനല്ലാതെ സ്ഥലം ഏറ്റെടുക്കുന്നതിൽ ആളുകൾക്ക് പരാതിയുണ്ട്, പരിഭവങ്ങളുണ്ട്, പ്രതിഷേധങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. അതുകൊണ്ട് മാസ്റ്റർ പ്ലാൻ ദേവസ്വത്തിന് വേണം, മാസ്റ്റർ പ്ലാൻ തദ്ദേശ ഭരണ സ്ഥാപനത്തിനും ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ നീങ്ങേണ്ടത് എന്നുള്ള കാര്യത്തിൽ താല്പര്യം.